സംസ്ഥാനത്തെ ക്ഷീരമേഖലയിൽ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നെന്നും ജെ ചിഞ്ചുറാണി പറഞ്ഞു. ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചിഞ്ചുറാണി. സംസ്ഥാനത്തെ ക്ഷീരമേഖലയിൽ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീരവികസന വകുപ്പിൻ്റെയും ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമത്തിൻ്റെയും ക്ഷീരഗ്രാമം പദ്ധതിയുടെയും ഉദ്ഘാടനം ചേർത്തല കാവിൽ സെൻറ് മൈക്കിൾസ് പാരിഷ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കർഷകരെ സംബന്ധിച്ച് ഇൻഷുറൻസ് ഒരു പ്രധാന വിഷയമാണ്. ഒരു പശു മരണപ്പെട്ടാൽ പകരം നമുക്കറിയാം ഒരു പശുവിന് മേടിക്കുവാൻ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിയും. പക്ഷേ ആ ഇൻഷുറൻസ് പദ്ധതി കഴിഞ്ഞ തവണ നമുക്ക് 8 കോടി മാത്രമേ മാറ്റിവെക്കുവാൻ പറ്റുള്ളൂ. ഇന്ന് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ കേന്ദ്രവും സംസ്ഥാനവും കൂടെ ചേർന്നൊരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ഞങ്ങളിപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഗഡു 50 ലക്ഷം കിട്ടി. അതിൽ കൂടുതൽ ഭാഗവും ക്ഷീര കർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലേക്കാണ് ഞങ്ങളത് ഇപ്പോൾ മാറ്റിവെക്കുന്നത്. അപ്പോൾ ആ പദ്ധതിയും ഈ മാസം തന്നെ അതിൻ്റെ നമ്മുടെ സംസ്ഥാനതല ഉദ്ഘാടനം അത് നടക്കുവാൻ പോവുക. സമഗ്ര ഇൻഷുറൻസ് പദ്ധതിക്കായി ആദ്യ ഗഡു എന്ന നിലയിൽ 50 ലക്ഷം രൂപ ലഭ്യമായിട്ടുണ്ട്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം സംഘടിപ്പിക്കും. ഈ പദ്ധതി ക്ഷീര കർഷകർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതിനായി ക്ഷീരമേഖലയുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. പുതിയ തലമുറയെയും ക്ഷീരമേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനായുള്ള പദ്ധതികളും സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നതായി മന്ത്രി കൂട്ടിച്ചേർത്തു. ചേർത്തല എംഎൽഎയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമൂഹം ക്ഷീരകർഷകർക്ക് അർഹിക്കുന്ന പിന്തുണയും പ്രാധാന്യവും നൽകണമെന്നും ക്ഷീരകർഷകരുടെ ക്ഷേമത്തിന് വിവിധ പദ്ധതികൾ നടപ്പാക്കി അവർക്ക് മുന്തിയ പരിഗണന സർക്കാർ ഉറപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ.എസ്. ശിവപ്രസാദ്, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ, വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി, വൈസ് പ്രസിഡന്റ് എം.ജി. നായർ, കേരള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് അംഗം ബി. അൻസാരി, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ്, TRCM PO ചെയർപേഴ്സൺ മണി വിശ്വനാഥ്, കേരള ഫീഡ്സ് ലിമിറ്റഡ് ചെയർപേഴ്സൺ കെ. ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ BK സാബു, ജയപ്രതാപൻ, വയലാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ UG ഉണ്ണി, ക്ഷീരസംഘം പ്രസിഡന്റുമാരായ CR ബാഹുലേയൻ, KG പ്രിയദർശൻ, വിവിധ ജനപ്രതിനിധികൾ, ക്ഷീരസംഘം പ്രതിനിധികൾ, ക്ഷീരകർഷകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.